Dear students, very good morning all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫൈനൽ അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ പാർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2019, then particulars, assets. ഇപ്പോൾ നമ്മൾ അസറ്റ് സൈഡ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ബോർഡിന്റെ സ്പേസ് ഷോർട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അസറ്റ്സിൽ രണ്ട് ഹെഡിങ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ നോൺ കറണ്ട് അസറ്റ്സ്, ദെൻ കറണ്ട് അസറ്റ്സ്. നമ്മുടെ ഇക്വേഷൻ എന്താ? വാട്ട് ഇസ് ആൻ ഇക്വേഷൻ? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആണ്. അപ്പോൾ അസറ്റ്സ് ആദ്യം റെക്കോർഡ് ചെയ്യും. അസറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്. ഒന്ന് നോൺ കറണ്ട് അസറ്റ്സ്, ദാറ്റ് മീൻസ് പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ്സ്. സെക്കൻഡ് പാർട്ട് കറണ്ട് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നോൺ കറണ്ട് അസറ്റ്സിലെ ഫസ്റ്റ് ഇവന്റ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അതായത് അവിടെ ടാൻജിബിൾ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് റെക്കോർഡ് ചെയ്യാനാണ് ഈ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ദെൻ നോട്ട് നമ്പർ 8, അതിന്റെ എക്സ്പ്ലനേഷന് നോട്ട് നമ്പർ 8 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ബിൽഡിംഗ്സ് 2,90,000. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. ബിൽഡിങ്ങിന്റെ വാല്യൂ 2,90,000. ദെൻ ഡിപ്രീസിയേഷൻ 50,000. അതിന്റെ മേലെ ഡിപ്രീസിയേഷന് 50% ചാർജ് ചെയ്തു, 50,000 ചാർജ് ചെയ്തു. ദെൻ മെഷീനറി 1 lakh ആണ്, ഡിപ്രീസിയേഷൻ 55,000. ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് ബിൽഡിങ്ങിൽ 2,40,000, മെഷീനറിയിൽ 45,000. ഓക്കെ, then total 2,85,000. ഈ 2,85,000 ആണ് ഇവിടെ ഷെഡ്യൂൾ നോട്ട് നമ്പർ 8 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻ നോട്ട്സ് ആണ് ഏത് നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇവിടെ നോട്ട് നമ്പർ 8 then 2,85,000 അത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, then നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നതിലെ നമ്പർ 1 ആണ് ഏത്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ, ഇൻവെസ്റ്റ്മെന്റ് നോൺ കറണ്ട് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ 1,200 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ 100 രൂപ വെച്ചിട്ട് 1,200 ഡിബഞ്ചറിന്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ 1,20,000. അതായത് ഫിനാൻസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ്സ് നമ്മൾ ഡിബഞ്ചറിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ അസറ്റ് ആണ് അതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ്സിൽ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഡിബഞ്ചർ ഒരു ലോങ് ടേം ആണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. നോട്ട് നമ്പർ 9 1,20,000. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് കറണ്ട് അസറ്റ്സ്. നമ്മൾ പറഞ്ഞു നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും എന്ന് പറഞ്ഞ രണ്ട് പാർട്ടാണുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിലെ ഫസ്റ്റ് ഇവന്റ് ഇൻവെന്ററി. ഇൻവെന്ററി മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ പിന്നെ ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻവെന്ററീസ് സ്റ്റോക്ക് ഇൻ ട്രേഡേഴ്സ് 90,000, ദെൻ ലൂസ് ടൂൾസ് 23,000, ടോട്ടൽ 1,13,000. അതാണ് ഇവിടെ 1,13,000 റെക്കോർഡ് ചെയ്തിട്ട്. സെക്കൻഡ് പാർട്ട് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ ട്രേഡ് റിസീവബിൾ, ദാറ്റ് മീൻസ് ബിൽസ് റിസീവബിൾ. ട്രേഡ് റിസീവബിൾ മീൻസ് ബിൽസ് റിസീവബിൾ. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്. ദെൻ ട്രേഡ് റിസീവബിൾ നോട്ട് നമ്പർ 11. ദെൻ നോട്ട് നമ്പർ 11 ട്രേഡ് ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സിന്റെ വോളിയം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെറ്റേഴ്സിന്റെ വോളിയം 1,20,000 ആണ്. എങ്ങനെയാണ് 1,20,000 ആയത്? നമ്മളുടെ ട്രയൽ ബാലൻസിന്റെ എമൗണ്ട് എത്ര? 1,25,000 ആണ്. ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത് 1,25,000 ആണ് ഡെറ്റേഴ്സ്. ദെൻ 5,000 എന്നാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. കറണ്ട് ഇയറിൽ ചാർജ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ 4% ഡെറ്റേഴ്സിന്റെ മേലെ. അത് എത്രയാണ്? 5,000 rupees ആണ്. അപ്പോൾ ഈ 5,000 rupees എന്ത് ചെയ്യുന്നു, ഈ 1,25,000 നിന്നും ഡിഡക്ട് ചെയ്ത് ബാലൻസ് എമൗണ്ട് ആണ് 1,20,000. ഓക്കെ, ദെൻ ട്രേഡ് റിസീവബിൾ 1,20,000. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ദെൻ നോട്ട് നമ്പർ 12 30,000. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷിന് ഈക്വലന്റ് ആണ് ഏത്, അതായത് ക്യാഷിന് ഹാൻഡിന് ഈക്വലന്റ് ആണ് ബാങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് 30,000. ദെൻ അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് 13th one. അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് നടത്തിയതാണ്. അപ്പോൾ ഈ വർഷത്തെ
അക്കൗണ്ട്സ് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ഈ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് ടാക്സ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 60,000 rupees ഉണ്ട്. ദെൻ അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് അഡ്വാൻസ് ടാക്സ്. ദെൻ അതർ കറണ്ട് അസറ്റ്സ്. ഇപ്പോൾ കറണ്ട് അസറ്റിലെ രണ്ട് പാർട്ട് ഇൻവെന്ററിയും ഫിനാൻഷ്യൽ അസറ്റ്സും. ദെൻ ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്ത, ഇൻവെന്ററിയിലും ഫിനാൻഷ്യൽ അസറ്റിലും പെടാത്ത ഇവന്റ് ആണ് ഇത് അതർ കറണ്ട് അസറ്റ്സ്. അതർ കറണ്ട് അസറ്റ്സ് ഷെഡ്യൂൾ നോട്ട് നമ്പർ 14 ആണ്. 14 പറഞ്ഞത് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ചെയ്തത് അല്ലെങ്കിൽ അത് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എന്ത്? ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ₹2000. അതുകൊണ്ടാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് 2000. ഓക്കെ, ഇപ്പോൾ ഇവിടെ അസറ്റ്സ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ തന്നെ ലയബിലിറ്റി പാർട്ട് നമ്മൾ എന്ത് ചെയ്യാണ്ട് റെക്കോർഡ് ചെയ്യാണ്. നമ്മുടെ ഫോർമുല അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്നാണ്. അപ്പോൾ ഇവിടെ അസറ്റ്സ് കംപ്ലീറ്റ് ആയി. ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടിയത്? 7,30,000. ഇനി എന്ത് ചെയ്യണം? ക്യാപിറ്റലും ലയബിലിറ്റിയും കൂടി കൂട്ടിയാൽ ഈ 7,30,000 കിട്ടണം. അപ്പോഴാണ് നമ്മുടെ എന്താവുക? ബാലൻസ് ഷീറ്റ് ടാലി ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് അസറ്റ് സൈഡ് 7,30,000 ആണ്. ഇനി ക്യാപിറ്റലും ലയബിലിറ്റിയും കൂടി ആഡ് ചെയ്താൽ 7,30,000 rupees കിട്ടണം. അപ്പോഴാണ് ബാലൻസ് ഷീറ്റ് എന്തായെന്ന് പറയാം? ടാലി ആയി എന്ന് പറയും. നമ്മൾ നോക്കുന്നത് ലയബിലിറ്റി സൈഡ്സ് ആണ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറഞ്ഞ ഏരിയയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയ ക്ലിയർ ആണല്ലോ. ലെറ്റ്സ് ഗോ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ബാലൻസ് ഷീറ്റ്. ദാറ്റ് ഈസ് അസറ്റ്സ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ്. ദെൻ ലയബിലിറ്റി സൈഡിൽ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ക്യാപിറ്റൽ മീൻസ് ഇക്വിറ്റി. ദെൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ, അതർ ഇക്വിറ്റി. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഷെയർ ക്യാപിറ്റലിന്റെ പോർഷന് അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ പോർഷൻ എന്ത് തന്നെ ഉണ്ടാവുള്ളൂ? ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റീസും. ഓക്കെ, അതർ ഇക്വിറ്റീസ് എന്ന് പറയുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ഇപ്പോൾ ജനറൽ റിസർവിലേക്ക് ആവാം, സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ആവാം. സർപ്ലസ് മീൻസ് കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ഉണ്ടാവും, ദെൻ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി പ്രീവിയസ് ഇയറിൽ ലോസ് ആണെങ്കിൽ കറണ്ട് ഇയറിലെ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കാണിക്കണം. പ്രീവിയസ് ഇയറിലും പ്രോഫിറ്റ് ആണ്, കറണ്ട് ഇയറിലും പ്രോഫിറ്റ് ആണെങ്കിൽ രണ്ട് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15, നോട്ട് നമ്പർ 15. നോട്ട് നമ്പർ കണ്ടിന്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തിട്ടുള്ള അവിടെ മുതലാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ദെൻ 15 2 lakh. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച് ആണ്. അത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിക്ക് ജനറൽ പബ്ലിക്കിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് ആണ് 5 lakh എന്ന് പറയുന്നത്. അതിനകത്ത് കമ്പനി ഇഷ്യൂ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,000 ഷെയർസിന് ₹100 വെച്ചിട്ട് ഓൺലി 2 lakh. അതിൽ കമ്പനിക്ക് കളക്ട് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് 5 lakh ആണ്. പക്ഷെ കമ്പനി ഇപ്പോൾ റൺ ചെയ്ത് പോകുന്നത് ഓൺലി 2 lakh ക്യാപിറ്റൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ 2 lakh ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 15 2 lakh എന്ന് റെക്കോർഡ് ചെയ്തത്. ഓക്കെ, ദെൻ അതർ ഇക്വിറ്റി റിസർവ് ആൻഡ് സർപ്ലസ്. നോട്ട് നമ്പർ 16 റിസർവ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവിൽ 40,000. ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് 40,000. സർപ്ലസ് അപ്പോൾ പ്രീവിയസ് ഇയറിലെ സർപ്ലസ് ആണ് 25,000. കറണ്ട് ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ റഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ മേലെ 50% ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സ് കൊടുത്തു. ദെൻ ബാലൻസ് ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 76,000 ആണ്. ആ 76,000 കറണ്ട് ഇയർ പ്രോഫിറ്റ് പ്ലസ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്. ദെൻ 1,01,000. 1,01,000 എന്താണ്? ഓൺലി സർപ്ലസ്. ദെൻ റിസർവ് എന്ന് പറയുന്നത് 40,000. ഇവിടെ എന്താ പറഞ്ഞത്? റിസർവ് ആൻഡ് സർപ്ലസ്. അപ്പോൾ റിസർവും സർപ്ലസും കൂടി കൂട്ടി 1,41,000. ഓക്കെ, എന്നാണ് ഇവിടെ റെക്കോർഡ് ചെയ്തത്. നോട്ട് നമ്പർ 16 1,41,000. ദെൻ ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസ്. ലയബിലിറ്റീസിൽ നോൺ കറണ്ട് ലയബിലിറ്റിയും അതുപോലെ കറണ്ട് ലയബിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ചെയ്യുന്നത് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ബോറോയിങ്സ്, ദാറ്റ് മീൻസ് ഡിബഞ്ചറിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. ലോങ് ടേം 17. ദെൻ ലോങ് ടേം ബോറോയിങ്സ് 14% ഡിബഞ്ചേഴ്സ്. ഈ 14% എന്താ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് 14%. ഓക്കെ, ദെൻ 2 lakh.
2 lakh amount ആണ് എന്ത് ചെയ്തത് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിലൂടെ കളക്ട് ചെയ്തിട്ടുള്ളത്. കറണ്ട് ലയബിലിറ്റീസ്, ഫസ്റ്റ് ഹെഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി, സെക്കൻഡ് ഹെഡ് അതർ കറണ്ട് ലയബിലിറ്റി, ദെൻ തേർഡ് ഹെഡ് പ്രൊവിഷൻസ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾ മീൻസ് creditors rupees 92,000, note number 18. Then other current liabilities, note number 19. Then interest on debenture holders ne interest കൊടുക്കാറുണ്ട്. unpaid dividend 5,000, salary outstanding 2,000, the total 21,000. Okay, then provision means tax payment നടത്താം. അതായത് ഈ വർഷം നമ്മൾ കൊടുത്തുള്ള ടാക്സ് റഫ് പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിന്റെ 50% ആണ് ടാക്സ് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ കൊടുത്തുള്ള ടാക്സ് ആണ് എത്ര? 76,000. ഓക്കെ, അപ്പൊ ആ 76,000 ഇവിടെ റെക്കോർഡ് ചെയ്തു. ഇതെന്തായി? ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്, ദെൻ ലാബിലിറ്റീസിന്റെ പാർട്ട് ഇക്വിറ്റിന്റെ ലാബിലിറ്റി, ദെൻ ടോട്ടൽ 7,30,000. അപ്പൊ നമുക്ക് അസറ്റ്സ് കിട്ടിയിട്ടുള്ള എത്ര? 7,30,000 തന്നെയാണ്. ഇവിടെയും ലാബിലിറ്റീസ്, അതായത് ക്യാപിറ്റലും ലാബിലിറ്റിയും അല്ലെങ്കിൽ ഇക്വിറ്റിയും ലാബിലിറ്റിയും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 7,30,000 കിട്ടി. ഇനി ചെയ്യുന്നത് CDT കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതും ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളതും കാണിക്കുന്നത് ഇതിന്റെ പുറത്താണ്. ഇങ്ങനെ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് വരുത്തുന്നതിനേക്കാൾ ബെറ്റർ ആണ്. ഇതിന് താഴെ ഒരു ഫുട് നോട്ട് എഴുതിയാൽ മതി. എന്ത്? CDT ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ് ടോട്ടലി ഇഗ്നോർഡ് എന്ന് ഒരു ഹെഡിങ് കൊടുക്കാം. അതായത് ഒരു ഫുട് നോട്ട് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ കൊണ്ട് ഇത് അവസാനിച്ചു. ദെൻ നോട്ട് നമ്പർ 21 ദെൻ കണ്ടിൻജന്റ് ലാബിലിറ്റീസ് ഡിവിഡൻഡ് കൊടുത്തു. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കണം. എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്? 25% ആണ്. ദെൻ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണോ അതിന്റെ 25%. ക്യാപിറ്റൽ എത്ര? 2 lakh ആണ്. 5 lakhന്റെ മേലെ ചെയ്യരുത്. 5 lakh എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് മാക്സിമം കളക്ട് ചെയ്യാവുന്ന ക്യാപിറ്റൽ എമൗണ്ട് ആണ്. പക്ഷെ കമ്പനി ആക്ച്വലി കളക്ട് ചെയ്തതുള്ളൂ എത്രയേ ഉള്ളൂ? 2 lakh ഉള്ളൂ. അപ്പൊ 2 lakh റുപ്പീസിന് എന്ത് ചെയ്താൽ മതി? ഡിവിഡൻഡ് കൊടുത്താൽ മതി. അതിന്റെ 25%, that is 50,000. ദെൻ ഇനി CDT കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഡിവിഡൻഡിന്റെ CDT കാൽക്കുലേറ്റ് ചെയ്യണം. CDTന്റെ റേറ്റ് എത്ര? 14.472 ആണ്. 17.472 ആണ് എന്ത് ചെയ്തത്? CDTന്റെ റേറ്റ്. ആ CDTന്റെ റേറ്റ് 50,000ന്റെ മേലെ ചാർജ് ചെയ്താൽ ഈ CDT എമൗണ്ട് നമുക്ക് കിട്ടും. ഇത് ഇതിന്റെ എക്സസ് ആണ്, പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്തുള്ള എല്ലാ ഇവന്റും, അതായത് അസറ്റ്സും ഇക്വിറ്റിയും ലാബിലിറ്റീസും നമ്മൾ റെക്കോർഡ് ചെയ്തു. നോട്ട്സ് ടു അക്കൗണ്ട്സ് നമ്പർ കണ്ടിന്യൂസ് ചെയ്ത് വരികയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മുതൽ ഇതിന്റെ അവസാനത്തെ ഇവന്റ് വരെ അത് നോട്ട് നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് എക്സ്പ്ലനേഷൻ നടക്കുന്നത്. ഇതിന്റെ സമ്മറി എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്ത് പോവുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? താങ്ക് യു.